വേണ്ടി മാത്രം കാണാൻ പറ്റില്ല, വേറെ ഒന്നുമില്ല പടത്തിൽ. അതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒരു രണ്ട് പടവും ലാലേട്ടനോട് പിടിച്ചിരിക്കാൻ സാധ്യത അത് വേറെ ലെവലല്ലേ, അതുകൊണ്ട് അത് തന്നെ നിൽക്കും. ബ്രോ എങ്ങനെയുണ്ട് പടം? സിനിമ നമ്മൾ എന്താണോ നോക്കിയത്, കാർത്തി സുബ്രാന്റെ ആ ഒരു സംഭവം ധവാൻ ആ ഒരു റേഞ്ച് പടത്തിന് കിട്ടിയിട്ടില്ല. സൂര്യ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എന്താ പറയുക, അങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ നടക്കുന്ന ഇത്ര ലെവലാണ് രക്ഷയില്ല. പക്ഷെ പടം നമ്മൾ പ്രതീക്ഷ ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. സൂര്യയുടെ ഒരു കംബാക്ക്, കുറെ കംബാക്ക് കംബാക്ക് കുറെ പ്രതീക്ഷ കങ്കോ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഈ പടം. അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് കംബാക്ക് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സൂര്യയാണ് ഒരു രക്ഷയില്ല. എന്തൊക്കെ പറഞ്ഞാലും വേറെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഫാൻ ബോയ് പണ്ണലും കാര്യങ്ങൾ സൂര്യാണെങ്കിൽ സൂപ്പറായിട്ട് പണിയുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഒരു സ്ട്രോങ് ഇല്ല. അത് നമുക്ക് കണ്ട് മറന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാർത്തി സുബ്രായന്റെ ഒരു യൂഷ്വൽ പാറ്റേണിൽ പഴയ ടൈപ്പ് സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിന്റേജ് മൂഡ് പടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടം കാണാനൊന്നുമില്ല, ഒരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. പടം പോവില്ല, ആവറേജ്. ഒരു തവണ കാണാം, അത്രേ ഉള്ളൂ. അതിന്റെ പറയാനൊന്നുമില്ല, കഥ ഒന്നുമില്ല. അവന്റെ പഴയ പടങ്ങളെല്ലാം കൂടി കൂട്ടി ചേർത്ത് വെച്ചേക്കും. ബോറടിക്കും, ചില സമയമൊക്കെ ബോറടിക്കും, ഉറക്കം വരവാണ്. ഇല്ല പടം വലിയ ഇതായിട്ടൊന്നും പോകും. എങ്ങനെയുണ്ട് സൂര്യ? സൂര്യ പൊളിച്ചു. സൂര്യ എങ്ങനെ? സൂപ്പർ നല്ല പടം. ഒരു കാർത്തിക് സുബ്രാജ് പടം. സൂര്യ എങ്ങനെയുണ്ട്? സൂര്യ ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു. ഒരു കംബാക്ക് തന്നെയാണോ? കംബാക്ക് ആണ്. പിന്നെ കങ്കുവരിച്ച് പോകുമ്പോൾ കംബാക്ക് ആണ്. മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നല്ല രീതി. പറയാനില്ല ബ്രോ, മതിയായി. രാവിലെ കയറിയത്, രാവിലെ 6 മണിക്ക് ഹിറ്റ് കണ്ടതിന് ശേഷം റെട്രോ കയറിയത്. കുഴപ്പമില്ലെന്ന് പറയാം. നേരത്തെ കണ്ട ഒരുപാട് പടത്തിന്റെ ഫീല്, പ്രത്യേകിച്ച് ഒന്നുമില്ല. വേറെ അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കൊന്നുമില്ല. അങ്ങനെ ഒരു എന്തൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്കൊരു മൊമെന്റ്സ് ഒന്നും ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നേ ഉള്ളൂ. സ്റ്റോറി ആയിട്ടൊന്നും അങ്ങനെയില്ല. ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഒരു എന്താ പറയാൻ ബ്രോ, കണ്ടോണ്ടിരിക്കാൻ പറയാനില്ല. പടം ഫാക്ടറായിട്ടുള്ളൊന്നുമില്ല. പടം കണ്ടിറങ്ങിയ ഒരു എന്തോ ഒരു ഫീൽ, ഒരു പൂർണ്ണത ഇല്ലാതെ എന്തോ ഒരു ഫീൽ. കുഴപ്പമില്ലെന്ന് പറയാനുള്ളത്. പേട്ട തന്നെയാണ് സുബ്രാജിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്. അതിന്റെ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. പെർഫോമൻസ് വൈസ് എല്ലാം ഗുഡാണ്, പക്ഷെ ആവറേജ് സൂര്യയുടെ വേറൊരു ഫേസ് തന്നെയാണ് ഈ പടത്തിൽ. അത്യാവശ്യം കൊള്ളാന്നുള്ളത്. എന്തായാലും ഇപ്പൊ ഇറങ്ങിയ സൂര്യയുടെ പടം ഇതാണ് ബെസ്റ്റ്. കൊള്ളാൻ, നല്ല സൂപ്പർ പടം. കണ്ടിട്ടുണ്ട്. സൂര്യയുടെ കംബാക്ക് ആണോ? കംബാക്ക് ആണോ? നല്ല പടം. അത്ര വന്നില്ല, നല്ല പടം. മോശം പടം. എന്താണ് ഏട്ടാ കാരണം? എന്താണ് പ്രത്യേകിച്ച് പറയാനില്ല. നമ്മൾ സൂര്യ പടവും സംവിധായകന്റെ പേരും ഒക്കെ കണ്ടല്ലേ വരുന്നത്. പടം അത്ര പോരാ. കാർത്തികിന്റെ ഒരു ടീം വന്നിട്ടില്ല. കാർത്തികിന്റെ അതാണ് മെയിനായിട്ട് ഡ്രോബാക്ക് ആണ്. ഫൈറ്റ് സീരീസ് കൊള്ളാം, അല്ലാണ്ട് ഒരു സ്റ്റോറിയോ അങ്ങനെ വലിയ പറയാനൊന്നുമില്ല. കമ്പയർ എന്ന് പറയാം, അടിപൊളി പടം. നേരത്തെ പടത്തിൽ കമ്പയർ ചെയ്ത് അടിപൊളി പടം. നല്ല ആക്ഷത്തിനെല്ലാം മാസം ആക്ടിനെല്ലാം